ഓക്കെ, നമ്മളങ്ങനെ ലാസ്റ്റ് ബ്ലോക്കിലേക്ക് നീങ്ങുകയാണ്. ഓർഗനൈസേഷണൽ പ്രോസസ്സിനകത്ത് എന്തൊക്കെയാണ് നോക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഒരു ഫോർമൽ ആൻഡ് ഇൻഫോർമൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ എന്താണ്, അത് എന്തുമാത്രം ഇതിൽ പോകാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ നോക്കാം. ഇതാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഒരു കോമൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ നോക്കുന്നത് നല്ലതാണ്. എവിടെയെങ്കിലും വരയ്ക്കാനുള്ള ഒരു സ്കോപ്പ് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കാണും, അതിന് താഴെ ഒരു ചെയർമാൻ MD. അപ്പോൾ ഇവരെ ഇടയിലൊരു ചെയർമാൻ MD കാണും. ഇയാൾ ആരാണ്? മിഡിൽ ലെവൽ മാനേജറാണ്. ഇവർ രണ്ടുപേരും എന്താണ്? ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. ഈ രണ്ടുപേരും കൂടെ ടോപ്പ് ലെവൽ വരുന്നത്. ഇവിടെയാണ് എന്ത് വരുന്നത്? മിഡിൽ ലെവൽ മാനേജേഴ്സ് വരുന്നത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ വരുന്നത്. അതിൻ്റെ താഴെ എന്ത് കാണും? ഓരോ ഹെഡുകൾ കാണും. പ്ലാൻ ചെയ്യുന്ന മാനേജർ, പ്ലാന്റ് മാനേജർ 1, പ്ലാൻ മാനേജർ 2, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് പറയുന്നത്? ഈ ഒരു ഫുൾ സെറ്റ് തന്നെ എന്താ പറയുന്നത്? ബോട്ടം ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഒരു കോമൺ സ്ട്രക്ചർ. ഇത് തന്നെ ആവണമെന്നൊന്നുമില്ല. കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫിനാൻസ് എന്ന് പറഞ്ഞ സാധനം എന്താവണമെന്നില്ല, എല്ലാവർക്കും ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കാണണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ബട്ട് ഏതാണ്ടൊരു കോമൺ സാധനം ഇതാണെന്ന് പറയാം. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. ഫോർമലും ഇൻഫോർമലുമായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബിസിനസ്സിൽ അല്ലെങ്കിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവിടെ എന്ത് കാണും? ഇവർക്ക് ഒരു ഫോർമൽ സർക്കിളും കാണും, ഇൻഫോർമൽ സർക്കിളും കാണും. ഫോർമൽ സർക്കിൾ മീൻസ് അവിടെ ഇരുന്നിട്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. എന്നാൽ ഇവർ തന്നെ അവരുടെ ഒരു എംപ്ലോയിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സക്സസ് ഒന്ന് ആഘോഷിക്കുന്നു. അവിടേക്ക് എത്തുമ്പോൾ ഈ ബോസ് എന്ന് പറഞ്ഞ മനുഷ്യന് സാധാരണ ഒരാളെ പോലെ അവരുടെ കൂടെ നിന്ന് കളിച്ചും ചിരിച്ചൊക്കെ നിൽക്കുക അല്ലേ. അതാണ് ഒരു ഇൻഫോർമൽ സെറ്റപ്പ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്തൊക്കെ ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ എൻവയോൺമെൻറ്റ്, ബിസിനസ് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, ടെക്നോളജീൻ്റെ യൂസ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയൊരു സാധനമല്ല, ജനറലായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യം അത് തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ തീരുമാനിക്കുന്നത്. ആ സ്ട്രക്ചർ തീരുമാനിക്കുന്നതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറുണ്ട്. സിമ്പിളാണ്, ബേസിക് സാധനമാണ്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷനിലേക്ക് പോകണം. ഓർഗനൈസേഷൻ്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫോർമലും ആവാം, ഇൻഫോർമലും ആവാം. നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഒക്കെ സിമ്പിളായിട്ടുള്ള ജനറലായിട്ട് നമുക്ക് കൈന്നിട്ട് എഴുതാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതാ നോക്കി നമ്മൾ മുമ്പ് പറഞ്ഞു പോയ കാര്യമാണ്. ഒരു സെൻറ്റർ കാണും, അയാൾ മെസ്സേജ് അയക്കും, ഇതാരെയും ഒരു റിസീവർ ഒരു സ്ഥലത്ത് നിന്ന് റിസീവ് ചെയ്യും. ഓക്കെ, സെൻറ്റർ അയാളുടെ തോട്ടിനെ എൻകോഡ് ചെയ്ത് ഒരു ചാനലിൽ കൂടെ റിസീവറിന് അയക്കും, അയാൾ അതിനെ ഡീകോഡ് ചെയ്ത് റിസീവ് ചെയ്യും. അയാൾ ആ റെസ്പോൺസിനെ പിന്നെയും എൻകോഡ് ചെയ്ത് അതേ ചാനലിൽ കൂടെ അല്ലെങ്കിൽ വേറൊരു ചാനലിൽ കൂടെ എന്ത് ചെയ്യും? റിസീവറിന് അയക്കും, അയാൾ അത് ഡീകോഡ് ചെയ്ത് റിസീവ് ചെയ്യും. നമ്മൾ സാധാരണ മെസ്സേജ് അയക്കുന്ന പ്രോസസ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ചോദിക്കാറുണ്ട്, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടൊക്കെ ചോദിക്കാറുള്ള സാധനമാണ്. അതൊന്ന് നോക്കാം. വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെന്നും വലിയ സാധനമില്ല. ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്, ബട്ട് അത്ര ഒരു കോൺസെപ്റ്റ് ഉള്ള സാധനമൊന്നുമല്ല. ചാനൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആവാം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആവാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നൊരു പേരും കൂടെ ഉണ്ട്. അത് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ബാരിയേഴ്സ്, എന്തൊക്കെയാണ് ബാരിയേഴ്സ് വരുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ രണ്ടുപേരും തമ്മിൽ മാനസികമായൊരു അടുപ്പമില്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ശരിയാവത്തില്ല. രണ്ടുപേരും ഡിഫറെൻറ്റ് ലാംഗ്വേജിലുള്ളവരാണെങ്കിൽ, ഇവർക്കിടയിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു കോമൺ ലാംഗ്വേജ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കോമൺ ലാംഗ്വേജ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ശരിയാവത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ചോദിക്കാറുണ്ട് സ്ഥിരം. ഓക്കെ, സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മീനിങ് ഡിഫറെൻ്റ് ആണ് പല ആൾക്കാർക്കും. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പൈ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. തമിഴിൽ ഇങ്ങനെ പൈ എന്ന് എഴുതും. ഈ പൈ എന്ന് പറഞ്ഞ സാധനം തമിഴ്നാട്ടുകാർക്ക് എന്താണ്? സഞ്ചിനാണ് അവർ പൈ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കെന്താണ്? ഈ പൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിളിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ ഓരോയിടത്തും ഒരേ വാക്കിന് എന്ത് കാണും? പല ഇൻ്റർപ്രിട്ടേഷൻ കാണും. അത് കാരണം പലർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട്. അതാണ് സെമാൻറ്റിക് ബാരിയർ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈക്കോളജിക്കൽ ബാരിയർ, ഈ പറഞ്ഞ പോലെ മാനസികമായിട്ട് അടുക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഉള്ള പ്രശ്നം വരാം.
ഓർഗനൈസേഷൻ്റെ റൂൾസ് പ്രകാരം നമുക്ക് രണ്ടുപേരുടെയിടയിൽ കമ്മ്യൂണിക്കേഷന് പ്രശ്നം വരാം. പിന്നെ ഓക്കെ, ഇത് മൂന്ന് അവർ പറയുന്നുള്ള ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. 3 ബേസിക്കായിട്ട് അവർ പറയുന്നുണ്ട്. ഉറപ്പായിട്ട് ആ 3 നോക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാൻ ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പഠിക്കുന്ന സാധനമാണ്. മനസ്സ് കൈകളിൽ ഇട്ട് എഴുതാന്നുള്ളതേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്ന് നോക്കുക. കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് എടുത്ത് പറയുന്നത് നിങ്ങൾ ഓർമ്മ വരുന്ന ഓരോരുത്തും പറഞ്ഞു പോവാണേ. ബാരിയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമൽ ഇൻഫോർമൽ തമ്മിൽ ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയാണ് ഓർഗനൈസേഷൻ കൾച്ചർ. എനിക്ക് തോന്നുന്നു ഇവിടെ കൊണ്ട് ഇനി ഒരു യൂണിറ്റും കൂടെ അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ഓർഗനൈസേഷൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവും, അല്ലേ? ഒരു പ്രത്യേക രീതിയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഒരു അധ്യാപകനാണ്. ഞാനൊരു അധ്യാപകനായിരിക്കുമ്പോൾ ഞാനൊരു കോളേജ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ അകത്ത് പെരുമാറുന്നത് പോലെ ആയിരിക്കത്തില്ല ഞാൻ നാളെ ഒരു സ്റ്റോക്ക് ബ്രോക്കറായി മാറിയാൽ. ഇവിടെ ഞാൻ പിള്ളേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ പേപ്പർ വർക്കൊക്കെ ക്ലിയർ ആണോ, പിള്ളേരുടെ മാർക്ക് എൻട്രി ചെയ്യുന്നത് ക്ലിയർ ആണോ എന്ന് വളരെ സ്മൂത്തായിട്ട് നോക്കിയാണ് പോകുന്നതെങ്കിൽ ഞാനൊരു സ്റ്റോക്ക് ബ്രോക്കറായി മാറിക്കഴിഞ്ഞാൽ എൻ്റെ വർക്ക് കൾച്ചർ അങ്ങ് മാറും, അല്ലേ? അവിടുത്തെ രീതി, ഒരു കോമൺ രീതി അങ്ങ് മാറും. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്താലേ എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് അതിൻ്റേതായ എന്തുണ്ട്, കൾച്ചർ ഉണ്ടാവും. വർഷങ്ങളായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ബിഹേവിയർ ചെയ്യുന്നതിൻ്റെ രീതി ഉണ്ടാവും. കണ്ടില്ല, അവർക്ക് അവരുടെ വാല്യൂ, അവരുടേതായ നോംസ്, അവരുടേതായ എത്തിക്സ്, ബിലീഫ്സ്, ഫിലോസഫി കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കൾച്ചറിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ടൈപ്സ് ഓഫ് കൾച്ചർ ചോദിക്കാം. പക്ഷേ കുറേ ഉണ്ട്, ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, എന്തൊക്കെയാണ് ട്രേറ്റ്സ് മീൻസ് ഫീച്ചേഴ്സ്. ഒരു നല്ലൊരു ഓർഗനൈസേഷൻ കൾച്ചറിന് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണമെന്നുള്ളതാണ്. പിന്നെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് വർക്കിംഗ് കൾച്ചറിൻ്റെ തന്നെ ജനറലായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ബാക്കിയൊന്നും ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി അറിയത്തില്ല, ബട്ട് സ്റ്റിൽ ജനറലായിട്ടുള്ളതൊന്നും കാര്യമായിട്ട് നോക്കാം. ഓക്കെ, അതിൻ്റെ എഴുതാനുള്ളൊരു ടോപ്പിക് ഉണ്ടെന്ന്. ഫൈനലി മാനേജിങ് ചേഞ്ചസ് എന്നൊരു ടോപ്പിക്ക് പറഞ്ഞ് നിർത്തുകയാണ്. വളരെ ജനറൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതല്ലാതെ സീരിയസ് ആയിട്ടൊന്നും അതിനകത്തില്ല. ഉള്ളത് എനിക്ക് തോന്നുന്നില്ല ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കാൻ പറ്റുന്നു. ബെറ്റർ സ്കിപ്പ് ദാറ്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സ് പറയുന്നുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. CSR എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഈ ചില കമ്പനികൾക്ക് ഒരു മിനിമം ലിമിറ്റിൽ കൂടുതൽ വരുമാനമുള്ള കമ്പനികൾ ഉറപ്പായിട്ടും അവരുടെ വരുമാനത്തിൻ്റെ 1%, ഓക്കെ, 1% അല്ല, ഒരു സെർട്ടൻ പെർസെൻറ്റേജ് എന്ത് വേണം, നമ്മുടെ സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവർക്കറിയാം, ഞാൻ ദിവസവും കാണുന്നൊരു സാധനമായിട്ട് പറയാണ്. ചില സ്കൂളുകളിലൊക്കെ അവരുടെ ഡൈനിങ് ഹാൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന കിംസ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. കിംസ് ഹെൽത്ത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതേപോലെ അവർ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ആസ് എ CSR ഇനിഷ്യേറ്റീവ്. അവർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഈ പരിപാടി ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും സൊസൈറ്റിക്ക് നല്ലത് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നത് കൊണ്ട് അവർ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഓരോ കമ്പനികളും ചെയ്യാറുണ്ട് CSR ആക്ടിവിറ്റി. അപ്പോൾ എന്താണ് ഈ CSR, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഇതാണ് അതിൻ്റെ കാതലായ ഒരു പോർഷൻ എന്ന് പറയുന്നത്. 1000 കോടിയിൽ കൂടുതൽ വിറ്റുവരവുള്ളതോ, 500 കോടിയിൽ കൂടുതൽ മൂല്യമുള്ളതോ, 5 കോടിയിൽ കൂടുതൽ വാർഷിക ലാഭമുണ്ടാക്കുന്നതായ എല്ലാ കമ്പനികൾക്കും ഒരു CSR കമ്മിറ്റി ഉണ്ടാവണം. അവരുടെ ആ ഒരു ലൊക്കാലിറ്റിയിലോ അല്ലെങ്കിൽ അവർ ഏത് ഏരിയയിലാണോ ഇത് ചെയ്യുന്നത്, പിന്നെ ബിസിനസ് ചെയ്യുന്നത്, ആ ബിസിനസ് ചെയ്യുന്ന ഏരിയയിലോ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ മുന്നിട്ടിറങ്ങണമെന്നാണ് CSR പറയുന്നത്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പറയുന്നതാണ്. ഒരു CSR കമ്മിറ്റിയിൽ ഒരു 3 അംഗങ്ങളുണ്ടാവണം, അറ്റ്ലീസ്റ്റ് 3 അംഗങ്ങൾ ഉണ്ടാവണം. അതിലൊരാൾ ആരായിരിക്കണം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. അയാൾക്ക് എന്തുണ്ടാവാൻ പാടില്ല, നമ്മുടെ ബിസിനസ്സിലെ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല, അയാൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആളാവാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് റൂള് പറയുന്നത്. റൂളാണ് അവിടെ പറയുന്നത്. ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ബെനിഫിറ്റ്സ് എന്താണ്, നമുക്ക് സൊസൈറ്റി ആയിട്ടുള്ളൊരു ബന്ധം കൂടും, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എത്തിക്സ് പറയുന്നുണ്ട്. എത്തിക്സ് മീൻസ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് ശരിയെന്ന് തോന്നുന്നു, നമുക്ക് ശരിയെന്ന് തോന്നുന്നതാണ് നമ്മുടെ എത്തിക്സ്. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ മുമ്പ് അധികം ചോദിച്ച് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ചോദിച്ചേക്കാം.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഇതിൻ്റെ അത് പഠിക്കാനുള്ള. മാക്സിമം ഒറ്റ വാക്കിൽ പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ പലതും നമ്മുടെ ഒരു ജനറൽ ഐഡിയ കൊണ്ട് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ എഴുതി പോകാമെന്നുള്ളതേ ഉള്ളൂ. പ്രോപ്പർ കാര്യങ്ങൾ വരുന്നുണ്ട്, ചില തിയറീസ്, ചില സ്റ്റൈൽസ്, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പ്രോസസ്സുണ്ട്, പ്ലാനിങ്ങിൻ്റെയൊക്കെ പ്രോസസ്സുണ്ടല്ലോ. അപ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെ ഓരോ പ്രോസസ്സും അതിൻ്റെ ഇൻറ്റേർണലായിട്ട് വരുന്ന സാധനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. തിയറീസ് അത്യാവശ്യം പേരുകൾ നോക്കി വയ്ക്കുക. പിന്നെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി, വാട്ട് മേക്സ് ഇറ്റ് ഗുഡ്, അങ്ങനത്തെ പല ചോദ്യങ്ങൾക്കും കൈ നിട്ട് എഴുതാനൊരു ഉത്തരവുണ്ടെന്ന് ഉറപ്പാക്കുക. അവസാന നിമിഷം നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാം. നാളെയാണ് എക്സാം, എനിക്ക് നല്ലപോലെ അറിയാം. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. സോ ഇത്രയും നേരം കണ്ടതിന് താങ്ക്സ്. ഓക്കെ, ആൻഡ് എക്സ്പെക്ടിങ് യു ഓൾ വിൽ ഹാവ് എ ഗുഡ് എക്സാം. വിഷിങ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.